എല്ലാവരും തിരക്കുള്ള ഒരു ലോകത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ തിരക്കുള്ള ലോകത്തിൻ്റെ അകത്ത് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധ്യായം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം, അതിൻ്റെ 27-ാമത്തെ അധ്യായമാണ്. ആ 27-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു വാക്യം മാത്രം എടുത്ത് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ക്രിസ്തുയേശുവിൽ താല്പര്യപ്പെടുകയാണ്. 27-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം. ഈ സങ്കീർത്തനങ്ങളുടെ സാഹചര്യത്തെപ്പറ്റി കൃത്യമായ ഒരു ബോധ്യത നമുക്ക് നൽകുന്നില്ല. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ദാവീദ് ഇവിടെ ആഗ്രഹിക്കുന്ന, ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ദാവീദിന്റെ ആഗ്രഹം? എന്താണ് ദാവീദിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്? അതിങ്ങനെയാണ് പറയുന്നത്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ ആഗ്രഹം, ദാവീദിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഒന്ന്, യഹോവയുടെ മനോഹരത്വം കാണേണ്ടതിന് വേണ്ടിയാണ് താൻ ആഗ്രഹിക്കുന്നത്, താൻ പ്രാർത്ഥിക്കുന്നത്. യഹോവയുടെ മനോഹരത്വം കാണുക, അല്ലെങ്കിൽ ദൈവത്തെ കാണേണ്ടതിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലയവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ കാണേണ്ടതിന് വേണ്ടിയാണ് താൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ അകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കോവിഡ് കാലമൊക്കെ വന്നതിന് ശേഷമായിട്ട് പലർക്കും ആരാധനയോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ സഭയിൽ പോകുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ഉള്ള താല്പര്യങ്ങൾ നന്നേ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് ഈ സങ്കീർത്തനത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇവിടെ ദാവീദ് എടുത്തു പറയുകയാണ്: ഞാൻ യഹോവയുടെ മനോഹരത്വം കാണുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണേണ്ടതിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തിൽ വളരെ പ്രധാനപ്പെട്ട നിലവാരത്തിൽ ഒരു ദൈവവുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇവിടെ പറയുകയാണ് യഹോവയുടെ മനോഹരത്വം കാണുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. രണ്ട്, യഹോവയുടെ മന്ദിരത്തിൻ്റെ അകത്ത് ധ്യാനിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു. അതായത് സഭയോടുള്ള, ആലയത്തോടുള്ള പ്രാധാന്യതയാണ് ഈ ദാവീദ് ഇവിടെ കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മന്ദിരത്തിൽ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത്, ആയുഷ്കാലമൊക്കെയും ആലയത്തിൻ്റെ അകത്ത് പാർക്കേണ്ടതിന് വേണ്ടി താൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കോട്ടെ, നമ്മുടെ കാലഘട്ടമൊക്കെ വളരെ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വളരെ സ്പീഡിലുള്ള കാര്യങ്ങൾ വേണം, ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ വേണം. ഒരു 5 മിനിറ്റത്തെ, ഒരു 10 മിനിറ്റത്തെ ഒരു ദൈവിക സന്ദേശം പോലും കേൾക്കുവാൻ നമുക്ക് സമയമില്ല. 1 മിനിറ്റത്തെ സന്ദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ താല്പര്യമാണ്. എല്ലാവരും തിരക്കുള്ള ഒരു ലോകത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ തിരക്കുള്ള ലോകത്തിൻ്റെ അകത്ത് ദാവീദ് നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെ നമുക്ക് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാവീദിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ദാവീദിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, താരതമ്യ പഠനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ പോയി ധ്യാനിക്കുവാനും, ദൈവത്തോട് ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാനും, ദൈവത്തിന് മനോഹരത്വം കാണുവാനും. പ്രാസംഗികന്റെയോ മറ്റാരുടെയും മനോഹരത്വം കാണേണ്ടതിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ മനോഹരത്വം കാണുവാൻ വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിന്താവിഷയം. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയുടെയും മഹത്തായ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അകത്ത് അവനെ കാണേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കടമൊഴിയായി കാണുന്നു, അന്ന് നമ്മൾ മുഖാമുഖമായി കാണുമെന്ന് ദൈവജനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന്
ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തി, യഹോവയുടെ ദൈവത്തിന്റെ യേശു കർത്താവിന്റെ മനോഹരത്വം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അന്ന് കടമൊഴിയായിട്ടല്ല മുഖാമുഖം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ടിടയാകും. അതുകൊണ്ട് ദൈവത്തിന്റെ മനോഹരത്വം കാണുന്നവർ, പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ അകത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ.